പകർച്ചവ്യാധികളുടെ ഉറവിടമായി മാറിയോ നമ്മുടെ കൊച്ചു കേരളം? പകർച്ചവ്യാധികളെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം? എന്താണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ? ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും രോഗം വരാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന മാർഗങ്ങളെയാണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ മാർഗങ്ങൾ നമുക്ക് സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ പകർച്ചവ്യാധികളുടെ തടർച്ചയെ നമുക്ക് ഒഴിവാക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൈകളുടെ ശുചിത്വം. നമ്മൾ ഏറ്റവും കൂടുതൽ വിട്ടുപോകുന്നതും കൈകളുടെ ശുചിത്വം തന്നെയാണ്. ആഹാരം കഴിക്കുന്നതിന് മുൻപും ശേഷവും, ബാത്റൂം യൂസ് ചെയ്യുന്നതിന് ശേഷം, ആശുപത്രികൾ അങ്ങനെ പൊതുസ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം നിർബന്ധമായും കൈകളുടെ ശുചിത്വം പാലിക്കുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് തന്നെ കൈകൾ ശുചിത്വമാക്കാൻ ശ്രദ്ധിക്കുക. സോപ്പും വെള്ളവും കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും കൈകളിൽ ഒരു ഹാൻഡ് റബ് കരുതാം. ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് റബ് ഉപയോഗിച്ച് കൈകളുടെ ശുചിത്വം പാലിക്കുന്നതും വളരെയധികം നല്ലതാണ്. പ്രധാനമായും രോഗങ്ങൾ പകരുന്നത് വായുവിലൂടെയും ജലത്തിലൂടെയും ജീവികളിലൂടെയുമാണ്. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉള്ളവർ, ചുമയോ തുമ്മലോ മറ്റ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ ലക്ഷണമുള്ളവർ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കുക. പൊതുസ്ഥലങ്ങളിൽ സാമൂഹിക അകലം പാലിക്കുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.